ഉത്രാടപ്പാച്ചിലിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ എന്തായാലും നമ്മുടെ റിപ്പോർട്ടർമാർ ഓണമാണെന്നൊന്നും കരുതി ലീവ് എടുക്കുന്നില്ല. അവർ റെഡിയാണ്. കോഴിക്കോട്ട് നിന്ന് ഇംതിയാസ് കരീമുണ്ട്, പത്തനംതിട്ടയിൽ നിന്ന് CK അഭിലാൽ, തിരുവനന്തപുരത്ത് നിന്ന് AK സ്റ്റെഫിൻ, കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ നൈനാൻ എന്നിവരാണുള്ളത്. ആദ്യം നമുക്ക് തലസ്ഥാനത്ത് നിന്ന് അങ്ങ് മുകളിലേക്ക് തുടങ്ങാം. സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, തിരുവനന്തപുരത്തെ ഓണം മറ്റ് ഇടങ്ങളിലേക്കാൾ കുറച്ചധികം പൊലിപ്പുള്ള വർണ്ണാഭമായിട്ടുള്ള ഓണമാണ്. വർണ്ണാഭം എന്നുള്ള വാക്ക് തന്നെയാണ് ഉപയോഗിക്കാനാവുക. ഉത്രാടപ്പാച്ചിലിൽ സാധനങ്ങൾ വാങ്ങുന്നതിനപ്പുറത്തേക്ക് ലൈറ്റ് കാണാനൊക്കെ പോകുന്ന ആളുകളായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. എല്ലായിടത്തും എങ്ങനെയാണ്? മാർക്കറ്റിലൊക്കെ ഇപ്പോഴും തിരക്കുണ്ടോ? ട്രാഫിക് ഒക്കെ ഭീകരമാണോ? എന്താണ് അവസ്ഥ? ഉത്രാടപ്പാച്ചിൽ എവിടെ എത്തി? അക്ഷയ, വലിയൊരു ഉത്സവ അന്തരീക്ഷമാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് ആകമാനം നോക്കിക്കഴിഞ്ഞാൽ. നഗരത്തിൽ നേരത്തെ അക്ഷയ സൂചിപ്പിച്ചതുപോലെ കുറച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വരും. അത് വരുന്നത് മരച്ചില്ലയിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വർണ്ണാഭമായ ലൈറ്റുകൾ കാണുന്നതിന് വേണ്ടിയും ആ മനോഹരമായ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയുമാണ്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലേക്കും വ്യാപാര കേന്ദ്രങ്ങളിലേക്കും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ തിരക്കാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നേരിയ തോതിലും ഇടതടവില്ലാതെ ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നേരിയ തോതിലെങ്കിലും ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ചേട്ടാ, എന്താണ് തിരക്കിട്ട് ഓടുകയാണ്? വീട്ടിൽ പോകും. സാധനങ്ങളെല്ലാം വാങ്ങിയോ? നാളെ ഇനി ഓണം ആഘോഷിക്കാൻ എവിടുന്നാണ്? ഞാൻ അവിടെ മലയിൽ. എങ്ങനെയുണ്ട് ഇപ്രാവശ്യത്തെ ഓണം? എങ്ങനെയുണ്ട്? നല്ല തിരക്കുണ്ട് ഇവിടെ, നല്ല തിരക്കുണ്ട്. കടകളിലെല്ലാം നല്ല തിരക്കുണ്ട്. വലിയ തിരക്കാണ്. ഒപ്പം തന്നെ നഗരത്തിലോട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗതാഗത കുരുക്കാണ്. അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ അക്ഷീണം പരിശ്രമിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാം. എന്താണ്, കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ല. എന്താ, സെന്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ വാങ്ങി ഓണത്തിന്? മക്കളെ ഓണായിട്ട് അടിച്ചു വലിച്ചിടാ നിൽക്കുന്നു. സാധനങ്ങളൊക്കെ വാങ്ങിയോ? ശരി. അപ്പോൾ എന്തായാലും അങ്ങനെ ആളുകൾ, അമ്മമാർ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയും തുണി, അതോടൊപ്പം തന്നെ മറ്റ് വീട്ടു സാധനങ്ങൾ, പലവ്യഞ്ജന സാധനങ്ങൾ അതെല്ലാം വാങ്ങുന്നതിന് വേണ്ടി ചാല മാർക്കറ്റ്, അതോടൊപ്പം തന്നെ പാളയം മാർക്കറ്റ് എന്നിവിടങ്ങളിലേക്കാണ് എത്തുന്നത്. വലിയ തിരക്ക് ഇപ്പോൾ നമുക്ക് ഇടതടവില്ലാതെ ഇങ്ങനെ കാണാം. അക്ഷയ, തീർച്ചയായിട്ടും എന്തായാലും നല്ല തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. സ്റ്റെഫിനാണ് തലസ്ഥാനത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഇനി നേരെ കൊച്ചിയിലേക്ക് പോകാം. കൊച്ചിയിൽ നിന്ന് സ്നേഹമോൾ നേനാനുണ്ട്. സ്നേഹ, കൊച്ചിക്കാരുടെ ഓണം അതും ഈ പറയുന്ന പോലെ സാധനങ്ങൾ വാങ്ങുന്നതിൽ തന്നെയാണ്. ഇപ്പോൾ എവിടം വരെ എത്തിയിട്ടുണ്ട് ഉത്രാടപ്പാച്ചിൽ? എല്ലാവരും പാഞ്ഞ് ഓടി നടന്ന് സാധനങ്ങളൊക്കെ വീട്ടിലെത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? അതോ ഈ സമയത്തും ആളുകൾ ഇങ്ങനെ തീർത്തും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ടൗണിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണോ? അക്ഷയ, സാധാരണ ഈ ഒരു ദിവസം തിരക്ക് അധികമാവാറുണ്ട്. പക്ഷേ ഇന്ന് താരതമ്യേന തിരക്ക് ഇവിടെ കുറവാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലേക്കാണ്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഒരു ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആളുകളിങ്ങ് എത്തുന്നതേ ഉള്ളൂ എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അതിലും ഇന്നലെയും നല്ല ആളുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ഇന്ന് ഓഫീസ് ഉള്ളവരുണ്ട്, ഓഫീസിൽ പോകണം. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങി വെച്ച ആളുകളുണ്ട്. ഇവിടെ വമ്പിച്ച ഒരു ആദായ വിൽപ്പന നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ബ്രോഡ്വേ എന്ന് പറയുന്നത്. ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറിയും അതുപോലെ തന്നെ ഓണക്കോടി, അവസാന വട്ടം ഓണക്കോടി വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും നല്ല തെളിഞ്ഞ അന്തരീക്ഷമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ എത്തുന്നതേ ഉള്ളൂ എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ. ഓണമൊക്കെ എവിടം വരെ ചേച്ചി? ഓണമൊക്കെ ഞങ്ങൾക്ക് ഇപ്പോൾ വന്നതാ ട്രീറ്റ്മെന്റിന്. ആണോ? ഓണക്കോടി എടുക്കാൻ വന്നതല്ല? അല്ല. ഓക്കെ. ഓണം ആഘോഷിക്കുന്നില്ലേ? ആവശ്യിക്കുന്നുണ്ട്. നമ്മള് ലക്ഷദ്വീപാ. ആണോ? അതെ. ശരി. അവിടെ എങ്ങനെ ഓണമൊക്കെ എങ്ങനെ അവിടെ ലക്ഷദ്വീപിൽ? അവിടെ വലിയ ഇതൊന്നും ഇല്ല. ഇല്ല, കേരളത്തിലുള്ള. ആണോ? അത്തപ്പൂക്കളം ഒന്നും ഇല്ല. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഓണമാണോ? അതെ. ആണ്. ഇപ്പൊ തിരക്കൊക്കെ കണ്ടിട്ട് എങ്ങനെ, എന്താ തോന്നുന്നു? ഞങ്ങള് ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ ഇന്നലെ ഡിസ്ചാർജ് ആയതേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി വന്നതാ. വലിയ ഓണമില്ല? ഇല്ല. അപ്പൊ എന്നായാലും ഹാപ്പി ഓണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ലക്ഷദ്വീപിൽ നിന്നുള്ള ആളുകളെയാണ് നേരത്തെ കണ്ടത്. മറ്റു ആളുകളോട് ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, വളരെ മോശമായിരുന്നു. 2 ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നടക്കുന്നു. ഇന്ന് ആളുകൾ കൂടേണ്ടതാണല്ലോ അല്ലേ? ആളുകൾ കൂടെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലത്തെ അത്ര ആൾക്കാർ ഇന്ന് കാണുന്നില്ല. കാണുന്നില്ല. മഴയാന്ന് തോന്നുന്നു പ്രശ്നം അല്ലേ? മഴയാണ് പ്രശ്നം. ഓക്കെ. പിന്നെ നിരവധി ആളുകൾ ഇനിയും എത്തും എന്നൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നേരിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇത്തവണത്തെ ഓണം എന്ന് പറയുകയാണെങ്കിൽ ഈ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഓൺലൈനിലുമൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള സദ്യയും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ആളുകൾ നേരിട്ട് വന്ന് വാങ്ങുന്നതിന് അത്രയും സുഖം കിട്ടൂല അല്ലേ? നേരിട്ട് വന്ന് തന്നെ വാങ്ങിക്കും. ഇവിടെ നല്ല തിരക്കും നല്ല കളക്ഷൻ എല്ലാം ഇവിടെ ഉള്ളതാണ്. കളക്ഷൻ ഉള്ളതാണ്.
എവിടം വരെ ഓണമൊക്കെ? ഓണമൊക്കെ അടിപൊളിയായിട്ട് പോണ്, ആ. പോയിക്കൊണ്ടിരിക്കുന്നു. ഓണക്കോടിയൊക്കെ വാങ്ങി? ഓണക്കൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കുന്നു. പച്ചക്കറി എല്ലാം വാങ്ങി? എല്ലാം വാങ്ങി. നാളെ പൂക്കളം ഇടാനായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കണം. എല്ലാം വാങ്ങിച്ചു പോകാൻ വേണ്ടിയിരിക്കുന്നു. എല്ലാം അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. തയ്യാറെടുപ്പിലാണ്. അതിലും ഇന്ന് ഉത്രാടപ്പാച്ചിലാണ്. എല്ലാവരും ഇതാ അവസാനവട്ട ഒരുക്കങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറെടുത്തോണ്ടിരിക്കണം. എവിടം വരെയായി ചേട്ടാ ഓണം? ഓണമൊക്കെ അടിപൊളി. അടിപൊളി. അതിൽ എങ്ങനെ ഓണം മെമ്പറൊക്കെ പോകുന്നുണ്ട്? ഓണം മുമ്പ് ടിക്കറ്റ് ശരി.